അപ്പോൾ ഗൈസ് അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറേ ആൾക്കാർ കണ്ടീനു ഷോർട്ട് വീഡിയോ. അതിൻ്റെ അകത്ത് നമ്മൾ പാറക്കടവ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതെന്ന് പറഞ്ഞില്ലേനോ? അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇതാ ഉദ്ഘാടനത്തിന് സ്റ്റാൻഡേർഡിൽ പോകാൻ എന്നിട്ട് മിന്നു ഫർദയൊക്കെ ഇട്ടാണ് കേട്ടോ പോകുന്നത്. ഉദ്ഘാടന വേളയിൽ പോലും അമറിൽ നടക്കുക എന്നുള്ളതാണ് വളരെ അല്ലേ? എന്താ അതെ ഇതെന്താക്കുന്ന എൻ്റെ എമിക്കുട്ടന് പനിയാണ് കേട്ടോ. പനിയായിട്ട് ഞാൻ ടെൻഷനില്ല, എങ്ങനെയാ പോവാന്ന് വെച്ചാൽ രക്ഷയില്ലാണ്ട് സിറ്റുവേഷൻ ആണല്ലോ. എമിക്കുട്ടാ ഇതെന്താ അവന് പനിയായിട്ട് ഇങ്ങനെ ഒരു ചൂടൂര് പോലും ഒക്കെ ആയിക്കുക. പെട്ടെന്ന് മാറുമല്ലോ, ദുആ ചെയ്യ്. അപ്പോൾ ഓനെ വണ്ടിയിലായിട്ട് ഇരുത്തേണ്ടി വരും ഇപ്പോൾ. ഇൻഷാ അല്ലാഹ്. പിന്നെ എന്നാ പോവല്ലേ? ആ അപ്പോൾ ഞങ്ങൾ പാറക്കടവിലേക്ക് പോവുകയാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെ കാണാം കേട്ടോ. ഓക്കെ, നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാറക്കടവ് കാണാം. എമിക്കുട്ടനെ കാണിക്കേറ്റാ നോക്കിന്നെ, എമിക്കുട്ടനെ കാണിച്ചിക്കേ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ റോഡ് സൈഡിൽ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എമിയാവേനക്ക് സുഖയില്ലാത്തതുകൊണ്ട് എമിയാവേനെ വണ്ടിയിൽ ഇരുത്തുക ചെയ്യാം. ആരെങ്കിലും അവിടുന്ന് കാണാനായിട്ട് വന്നോലുണ്ടെങ്കിൽ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ കാണുക, അപ്പോൾ എമിയാവേനെ കാണാൻ വന്നിട്ട് ഒരു കാണിച്ചു തന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. അവന് പനിയായിട്ട് മേത്തിങ്ങനെ ഒരു ചൂട് അതെന്തിനാ ഒരു ചൂട് പോലെ ഇതായിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ആൾക്കാരിലേക്കത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് വരണ്ടെന്നുള്ളതുകൊണ്ട് അങ്ങനെ വണ്ടിയിലും അല്ലാതെ വീട്ടിലേറ്റോ അത് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിക്ക്. ഞാളിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇപ്പോൾ മിന്നുവിന് ശേഷം കണ്ണെഴുതി കൊടുക്കട്ടെ. നിൽക്കരാ ഉമ്മീൻ്റെ കണ്ണെഴുതി കൊടുക്കട്ടെ. ബിഫോർ ആഫ്റ്റർ ആയിക്കോട്ടെ, ഇങ്ങോട്ട് നോക്കിയാൽ ഇപ്പോഴൊക്കെയാണ് പിന്നെ ഒരു രസമില്ലാതെ. ഇനിയിപ്പോൾ ഇതാ കണ്ണെഴുതിയിട്ട് നിങ്ങൾ നോക്കിക്കോ എങ്ങനെ ഉണ്ട്. എൻ്റെ കൈവാ അത് അടങ്ങി നിൽക്കേ. അപ്പോൾ ഗൈസ് നോക്ക്, വാവ് ഇത് മിന്നു തന്നെയാണോ? അടിപൊളിയായിക്ക്. ഒരു കുത്തിട്ടാലോ ഇവിടെ മുഖത്ത് കൺമശി ഉണ്ട് ഇല്ലേ മിക്കുറ്റാ? ഒരു കുറ്റുറ്റ നോക്കനോ? ആ അപ്പോൾ ഗൈസ് ഇവിടെ മിന്നു ടോട്ടലി ഒക്കെ എന്താ പറയണ്ടേ, പാത്രക്കട കണ്ടാൽ പിന്നെ പെരാന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഐറ്റംസ് കണ്ടിട്ടൊക്കെ എന്തെന്നല്ല എടുക്കേണ്ടതെന്ന് മനസ്സിലാകാത്ത സ്ഥിതിയാട്ടാ. ഇതുകൊണ്ട് വെളിച്ചെണ്ണ ഐറ്റംസ് ഗ്ലാസ്സാണ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. മുകളിൽ വെക്കാം. ഇങ്ങനെ എടുക്കുന്ന ഒരേ പാത്രക്കടലിനെ എത്തിയാലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ എല്ലാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അല്ലേ? സ്പൂണ് ഉണ്ടാവും. ഇങ്ങനത്തെ സ്പൂണ് ഗോൾഡൻ ഗോൾഡൻ കളറാണ്. സ്റ്റീലിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വാ ഇതൊക്കെ ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ മുകളിലുണ്ട്. എടാ അപ്പോൾ ഗൈസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ പിന്നെ നാദാപുരമല്ല പാറക്കടവ് തന്നെ ഇവിടെ ഖദീജാൻ്റെ പുരയിലേക്ക് വന്നതാണ് കേട്ടോ. ഖദീജ എന്ന് പറഞ്ഞാൽ ഒരു 3-4 കൊല്ലമായിട്ട് നമ്മളെ വീഡിയോ ഒന്നും വിടാണ്ട് കാണുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടിക്കില്ലെങ്കിൽ പഴയ വീഡിയോ തപ്പിയിട്ടെല്ലാം കാണുന്ന ഖദീജയാണ് കേട്ടോ എന്നെല്ലാം പറഞ്ഞത് പടച്ചോനറിയാം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഖദീജ ഇങ്ങനെ നിർബന്ധിക്കും വരാണ്ടിരിക്കാനാവില്ലല്ലോ. അതും ഖദീജാൻ്റെ നാദാപുരം ബിരിയാണിയൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ വാവനെ കൊണ്ട് വേഗം തിരിച്ച് പോവുകയും വേണം.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കദീശാനോടൊന്ന് കാര്യമായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാ കദീശാനോടൊന്ന് കാര്യം നോക്കുക. ഇതുവരെ കദീശാനെ കണ്ടിട്ടില്ല. ഇതേപോലെ കദീശയെ ജമീൽ ചെയ്യോ സബിയെ ചെയ്യോ സക്കീൻ ചെല്ലും ബൈക്ക് ഉണ്ടാവും. എന്നാലും ഇങ്ങൾക്കാർക്കൊന്നും വിളിക്കുവാൻ തോന്നിയില്ലല്ലോ. അവസാനം ഒരു കദീശയല്ലേ നമ്മൾ വിളിച്ചേ അല്ലേ? ആയിക്കോട്ടെ, ഇനിയും ബൈക്ക് ഉദ്ഘാടനം ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വിളിക്കേ അല്ലേ? അതുകൊണ്ടൊന്നും വരുമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ ഉദ്ഘാടനം കഴിഞ്ഞ് പാത്രങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തൊരു വിഷമം എനിക്ക്. അടുത്ത ആഴ്ച വരാം. ആ എന്താ എന്നാ പിന്നെ ഇതാണ് കദീശാൻ്റെ പോരാട്ടോ. നല്ല വിളവറ് വാങ്ങണ്ടല്ലോ. ലേശം അങ്ങ് പറിച്ചാലോ പിന്നെ വിളവറ് വാങ്ങ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവർക്കല്ല എന്തെന്നാ അപ്പോൾ ഫ്രണ്ട്സ് കദീശ ഇവിടെ പിന്നെ എന്തോ ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവര് രണ്ടാൾ ഇത് ഇരട്ടകളാണ് കേട്ടോ. രണ്ടാളല്ലേ മാറിപ്പോയില്ലേ ശരിക്കും? മാറിപ്പോയില്ലേ ഇതായിട്ടത്തില്ലേ? അതെ പിന്നെ എനിക്കിട്ടാ എനക്ക് പേര് ഷർട്ടൊന്നും ഇല്ല. അല്ലെങ്കിലും ആണുങ്ങളെല്ലാം ഞമ്മക്ക് യോഗ ഇല്ല. ഞാൻ ഈ വീഡിയോ കാണുന്ന പാറക്കടവുള്ള നബീച്ച പിന്നെ ജമീലിച്ച സക്കീൻച്ച വേറെ ആരാ ആ വകുപ്പിലുള്ള ഏതെങ്കിലും ഇച്ചമാരുണ്ടെങ്കിൽ ഇനി പ്രതികാരം ചെയ്യണം. നിങ്ങൾ എനക്കൊരു പേന്റ് ഷർട്ടും വാങ്ങി. എല്ലാവർക്കും മിന്നിനോട് ഇഷ്ടം അല്ലേ? മോഡല് ആവശ്യമില്ല കേട്ടോ. എന്തിനാ ഇവക്ക് ചുരിദാർ കൊണ്ട് എനിക്ക് അസൂയായിരുന്നു അവരോട്. ഇതെന്താ നല്ല ബ്ലാക്ക് കളർ. ഇത് ഈ വീഡിയോയിൽ തന്നെ ഇത് ഇട്ടിട്ടുള്ള കാണിച്ചു തരട്ടോ. ആണ് നോക്കണോ? അപ്പൊ ഇതാ എമിന്റെ ഇതിലുണ്ടാ? എമിന്റെ നോക്കി ജസ്റ്റ്. ഹായ് എമിൻ. ഇതെന്റെ വാവക്ക് ഇതിന്റെ അല്ലേ? ഡ്രസ് ഒന്നല്ല. ഓ ഇതെന്താ എന്താ നോക്ക്. ഇതെന്താ ഈ വാവേന്റെ ആണോ? അത് പ്രശ്നമല്ല. ഇതെന്താ പണ്ട് ഉമ്മ നമുക്കെല്ലാം അങ്ങനെ ഒരു മായി തരുവാ. ഇത്ര വരെയുള്ള ഷർട്ടും അടുത്ത കൊല്ലം ഇടാന്ന്. ഇപ്പൊ എന്താ ഇതെന്താ ഓൻ ഇതെല്ലാം ഒഴിവായിട്ട് പെട്ടിയും കിട്ടണതാ. ഇതാ പെട്ടി വേണം ഓനെ. കൊറേ നേരം ഞാളെ അടുത്തില്ലാത്ത ഞാൻ തന്നെ ആക്കിയതിന് കാണാണ്ട് ഞാൻ കുറച്ചു നേരം ഞാളെ മടുക്കുമ്പോ വരുവാ. മടുക്കുന്നേ ഉള്ളു. കൊറേ ഒരാളെന്ന് എടുക്കുമ്പോ പിന്നെ കദീശ വാങ്ങിയ ടോപ്പാണ് കേട്ടോ ഇത്. മൊത്തം മിന്നുന്നുണ്ടല്ലോ. മിന്നുന്നായോണ്ടാ അതാ മിന്നുന്നല്ലേ? അല്ല ഇവര് കദീശ ആയിക്ക ഇതിന്റെ പേര് മിൻഹാന്നാണോ? ഓളല്ല പണ്ടേ ഉള്ളല്ലേ? ഒക്കെ 10-15 വയസ്സായില്ലേ? പണ്ടത്തെ കുട്ടികൾക്ക് മിൻഹാന്നുള്ള പേരിടുവോ? 28-യോ? ഓക്കെ 27. എനിക്ക് 25. ഞാൻ പ്രായമുള്ള കെട്ടിയതാ. 27. ഞാളെ 5 വയസ്സ് വ്യത്യാസം. എന്ത് 32? പക്ഷെ കണ്ടാലൊരു എന്താ പറയാ. നിങ്ങളെ തെറ്റിയതാ? നിങ്ങളാ? മാഷാ അല്ലാ. അല്ല നിങ്ങൾക്ക് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ. എന്നാ ഇനി ഡ്രസ് എടുക്കാൻ പോകുമ്പോ പിന്നെ അതീശാനെ കൂട്ടിയാ മതി അല്ലേ?
സൂപ്പർ ആയിക്കില്ലേ? ഇതായിരുന്നു എടുത്ത കടേന്റെ പേരെന്നാ? ഷാനയോ? പിന്നോ ഇത് വേഗം അങ്ങ് പിന്നെ കഴിച്ചു വെച്ചേക്ക്. പരിപാടിക്കിട അടുത്ത കല്യാണത്തിന് എനിക്ക് ഡ്രസ്സില്ല. ഞാൻ നാളെ തന്നെ പറ്റൊരു ഡ്രസ്സ് എടുക്കും. എന്നാലും ഒരു ഉള്ളിലിടുന്ന ടീഷർട്ട് പോലും കതീശ് നമുക്ക് വാങ്ങിയില്ല. പറയൂ, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നീറണം. എനക്ക് ഫുഡ് എന്നെ ഒരു തീറ്റക്കാരനാക്കുന്ന അല്ലെങ്കിൽ അതൊരു തമാശ പറഞ്ഞെന്ന് വിചാരിച്ചു. കതീശ രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ വിളിച്ചിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചതാട്ടോ ഇത് അല്ലേ? പിന്നെയോ? ആണോ? ഓല് കാണണ്ട. എന്നാ ഇൻഷാല്ലാ പോട്ടെ. ഓക്കെ എന്നാ പോട്ടെ. ബൈ, ടാറ്റ. എടാ എന്നാ ആയിക്കോട്ടെ. ഇൻഷാല്ലാ. ഓക്കെ, വലൈക്കും സലാം.